വിഷയത്തില് നിങ്ങളോ മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ അൽമനാറിൽ തന്നെ വളരെ വ്യക്തമായി, പിന്നെ ഈ അൽമനാറിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഈ 1985 അതിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് മന്ത്രത്തെക്കുറിച്ച് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇസ്ലാമിലുള്ള മന്ത്രത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ മന്ത്രത്തിന്റെ പേരിൽ നടക്കുന്ന ഉറുക്ക്, ഏലസ്, അതുപോലെയുള്ള പൈശാചിക സംഗതികൾ അതിനൊക്കെ വളരെ വ്യക്തമായി എതിർക്കുന്നുണ്ട്. കേട്ടോളി, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, ഒരു ഹദീസ് കൊടുത്തിട്ട് പറയാൻ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുകൾ ഓതി തന്റെ 2 കൈയിലും ഓതി, മുഅവ്വിദത്തൈൻ എന്നും കൂടി ഉണ്ട്, ഈ 3 സൂറത്തുകൾ ഓതി തന്റെ കൈകൊണ്ട് മുഖവും ശരീരത്തിൽ നിന്ന് കൈ എത്താവുന്നിടത്തെല്ലാം തടവുകയും ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസ് കണ്ടോ, സ്വഹീഹ് ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. എന്നാൽ അതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ ഇതിൽ എതിർക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ 1985 മുജാഹിദ് സ്ഥാനം പുലർന്നോ? അന്നേ ഉള്ള വാദല്ലേത്? ഇനി നിങ്ങളുമായി നടത്തിയ സംവാദ വ്യവസ്ഥയിൽ പോലും തർക്കമില്ലാത്ത വിഷയമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല, നിങ്ങൾ പോലും സമ്മതിച്ചാലേ മന്ത്രത്തിൽ ഇസ്ലാമിക സ്ഥലം നിലപാടെന്താ? ഹുസൈൻ സലഫി തന്നെ നാദാപുരത്ത് പേരോട് മറുപടിയാണോ ഇവര് പറഞ്ഞത്? പിന്നെയും മൂപ്പരാശ്വസിക്കുന്നുണ്ടെന്ന്. ഇതാ മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ന്. മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണം. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ, മന്ത്രം എന്ന CD തന്നെയുമില്ലേ, ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ചെന്താ പറഞ്ഞത്? മന്ത്രം ഉണ്ട്, അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഇസ്ലാമിൻ്റെത്. മന്ത്രവാദമില്ല, ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ? ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് എന്തിന് നിങ്ങൾ ഈ നാദാപുരത്തെ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു? ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു, അതും 2006 സമ്മതിച്ചിരിക്കുന്നു. ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ, പിന്നെ 2006 സമ്മതിച്ചത് എന്നതും കേട്ടോളൂ. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മൂന്നോട്ടിട്ടോ ഒരിക്കലും ഉപരി പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ പറഞ്ഞതാ. എന്ത് മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്? ഇതിനെന്താ പേര് പറയേണ്ടത്? പച്ച നോണാന്നോ പച്ച കള്ളന്നോ? എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? നിങ്ങൾ പറയും. ഇതുവരെ അങ്ങനെ പറഞ്ഞു, ഇപ്പപ്പെടാൻ വന്നിട്ട് സമ്മതിക്കണം. പിന്നെ എന്നാ സമ്മതിച്ചത്? അടുത്തുള്ള ആളോട് ചോദിക്കാം. ഇത് 2006 ഇപ്പൊ 2006 സമ്മതിച്ചു. കേട്ടോ രംഗം? 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്നു, മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. കണ്ടോ നോണ കണ്ടോ? ഇതിനെന്താ പിന്നെ ഞാൻ പറയേണ്ടത്? ഞാൻ പിന്നെ മൂപ്പരെ എന്താ വിളിക്കേണ്ടത്? സിദ്ദീഖ് എന്ന് വിളിക്കണം? ഞാൻ പിന്നെ എന്താ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ രൂപത്തിലുള്ള കളവ് പറയുന്നത് 2006 സുഹൃത്തുക്കളെ, ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1, 9, 28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ 74 ഇതിൽ നിങ്ങൾക്ക് കാണാം. മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം?
2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്? 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ, വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹാ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ, മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNMന്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവര് ഖുതുബകൾ കേൾക്കുന്നവരാണ്, അവര് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവര് വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഈ നിലയ്ക്ക്